പേരാമ്പ്രാനു കൊലപാതക കേസിൽ പ്രതി മുജീബുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കോഴിക്കോട് വാളൂരിൽ നടന്ന തെളിവെടുപ്പിനിടെ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. തെളിവെടുപ്പ് പിന്നീട് നടന്നോ അതോ അത് നിർത്തിവെച്ചിട്ട് മടങ്ങുകയാണോ ഉണ്ടായത് പോലീസ്? രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. വളരെ പാടുപെട്ടാണ് പോലീസ് നാട്ടുകാരെ നിയന്ത്രിച്ചത്. അതൊടുവിൽ കയ്യേറ്റ ശ്രമത്തിലും കല്ലേറിലും കലാശിക്കുകയും ചെയ്തു. ആളുകളുടെ പ്രതിഷേധം അതിരുവിട്ടതോടെ 1 മിനിറ്റ് കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായി സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങുകയായിരുന്നു. ഇടുങ്ങിയ വഴി കൂടി ആയതിനാൽ വാഹനത്തിന്റെ പുറകെ പോയ ആളുകൾ കമ്പും കല്ലും വലിച്ചെറിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇന്ന് 2 ഇടങ്ങളിലാണ് തെളിവെടുപ്പ് നടന്നത്. ഒന്ന് അനുവിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തും മറ്റൊന്ന് അനുവിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് വാഹനത്തിൽ കയറ്റിയ സ്ഥലത്തുമായിരുന്നു. ഇതോടുകൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയുമാണ്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഇന്ന് വൈകിട്ട് കൂടുതലായി ചോദ്യം ചെയ്യും. അതിനുശേഷം നാളെ 11 മണിയോടുകൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. കാരണം പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും ചോദ്യം ചെയ്യലിനോട് പ്രതി പൂർണ്ണമായും സഹകരിച്ചിട്ടില്ല എന്നാണ്. 42 ഗ്രാം സ്വർണം വിറ്റ് ലഭിച്ച പണം എവിടെ എന്ന ചോദ്യത്തിന് ഇതുവരെയും വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും കസ്റ്റഡി അപേക്ഷിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിലും കണ്ണൂരിലും തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. അനുജ, അതാണ് പേരാമ്പ്രാനു കൊലപാതക കേസ് പ്രതിയുമായുള്ള തെളിവെടുപ്പിനിടെ നാട്ടുകാരുടെ പ്രതിഷേധം.